ഇന്ത്യ മുന്നണി മുന്നോട്ട് കൊണ്ടുപോകണമോ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കണമോ എന്ന് തീരുമാനിക്കും. കൃത്യമായി പറഞ്ഞാൽ 234 MP ഇന്ത്യ മുന്നണിയിൽ തുടക്കത്തിൽ 2024 ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായതെങ്കിൽ ഇപ്പോഴത് 190 താഴ്ന്നു. DMKയും തൃണമൂലുമൊക്കെ പാതി വഴിയിൽ ബന്ധം ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു സർക്കാർ ഉണ്ടാക്കുമ്പോൾ ആ സർക്കാരിന്റെ ഭാഗത്ത് നിലകൊള്ളുന്നവർ മുന്നണി വിട്ടു പോകുമ്പോഴാണ് ആ സർക്കാർ നിലംപതിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് അധികാരം കിട്ടാൻ അട്ടിമറികളൊന്നും ഇന്ത്യ മുന്നണി നടത്തിയിട്ടില്ല. പക്ഷേ കൂടുതൽ സഖ്യനീക്കങ്ങൾ ഇന്ത്യ മുന്നണിക്ക് ശാശ്വതമാകുന്നു. ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നീ സ്ഥലങ്ങളിൽ ഇന്ത്യ മുന്നണി അഥവാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശക്തമായ വേരോട്ടമുണ്ട്. അതിൽ ആന്ധ്രയിലും തമിഴ്നാട്ടിലും കോൺഗ്രസ് ദുർബലമായി അവശേഷിക്കുന്നു എങ്കിൽ പോലും ആന്ധ്രയിൽ ജഗൻമോഹനുമായി കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകവുമായി ലോക്സഭാ സീറ്റ് പങ്കുവയ്ക്കുന്നതിന്റെ സാധ്യതകൾ തുറന്നിടുകയും ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ 2 ക്യാബിനറ്റ് മന്ത്രിമാർ കോൺഗ്രസിനെ പ്രതികരിച്ച് ക്യാബിനറ്റിൽ ഉണ്ട്. അതിൽ ഒന്ന് ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന പോർട്ട്ഫോളിയോയും മറ്റൊന്ന് തമിഴ്നാടിന്റെ സാംസ്കാരികവും ടൂറിസം ഉൾപ്പെടെ ഉള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ വകുപ്പുകളെല്ലാം അത്യാവശ്യം മോശമല്ലാത്ത പ്രധാന വകുപ്പുകൾ കോൺഗ്രസിന് കൊടുത്തിരിക്കുകയാണ്. അതല്ലാതെ ഏതെങ്കിലും ചെറിയ വകുപ്പുകൾ കൊടുത്ത് പുതുക്കുകയല്ല. മറ്റൊരു കാര്യം, ആന്ധ്രയിൽ കൃത്യമായി TDPക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന സർവേ ഫലങ്ങൾ വരുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരില്ല. അതിനു മുമ്പ് വെടി പൊട്ടാൻ സാധ്യതയുണ്ട്. നായിഡുവിന്റെ പാർട്ടിയിൽ തന്നെയുള്ള പലരും YSRലേക്ക് ചേക്കേറാനുള്ള സാധ്യതകൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് കോൺഗ്രസിലേക്ക് ജഗൻമോഹൻ ലയിക്കാൻ താല്പര്യമില്ല, പക്ഷേ കോൺഗ്രസുമായി സഖ്യത്തിന് തയ്യാറെന്ന് വ്യക്തമാക്കുന്നു. നായിഡു BJP സഖ്യവുമായിട്ടുള്ള സഖ്യം വലിയ തോതിൽ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഇപ്പുറത്തെ ജഗൻമോഹൻ അറിയാം, ഇനി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുക, അത്തരത്തിൽ മുന്നോട്ട് പോവുക എന്നീ സിദ്ധാന്തങ്ങൾ മാറ്റി മുന്നണി സംവിധാനത്തിന്റെ പ്രയോജനം നല്ലപോലെ ഉപയോഗപ്പെടുത്താനാണ് ജഗൻമോഹന്റെ നീക്കം. കാരണം കോൺഗ്രസിന്റെ 10% കൂടുതൽ വരുന്ന വോട്ടും ജഗൻമോഹന്റെ YSR കോൺഗ്രസിന്റെ വോട്ട് ഷെയറും കൊണ്ട് അധികാരത്തിലേക്ക് എത്താൻ എളുപ്പത്തിൽ കഴിയും. അങ്ങനെ നിലനിർത്താൻ ഉള്ള ശ്രമമാണ്. എന്തുകൊണ്ടാണ് മമത പരാജയപ്പെട്ടത്? മമത കോൺഗ്രസിന്റെ വിശ്വാസ്യത പിടിച്ചുപറ്റാൻ ശ്രമിച്ചില്ല. കോൺഗ്രസിന് കിട്ടുമായിരുന്ന വോട്ട് ഷെയർ കൂടി ഒരു സഖ്യത്തിന്റെ ഭാഗമായി നിന്നിരുന്നെങ്കിൽ അധികാരത്തിൽ നിന്നും പോവില്ലായിരുന്നു. അധികാരത്തിൽ എത്തണമെങ്കിൽ വോട്ട് ഷെയർ കൂടി വർദ്ധിപ്പിക്കണം. സംഭവിക്കില്ല. ഒറ്റയ്ക്ക് ജയിക്കാനുള്ള സീറ്റ് മാത്രം പോരാ, ബേസ് അടിത്തറ ഭദ്രമായിരിക്കണം. അത് മനസ്സിലാക്കിയാണ് പ്രതിപക്ഷത്തിരിക്കുന്ന ജഗൻ കോൺഗ്രസുമായി കൃത്യമായി ഒരു ഉടമ്പടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്.